ഹായ് കുട്ടികളെ, നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൽ ആദ്യത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ ഈ SCERT നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരും. അപ്പം മെയിനായിട്ട് നമുക്ക് അറിയേണ്ടതും എന്ത് തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാലത്തെ എല്ലാ പോയിന്റ്സും നമ്മൾ വായിച്ചെത്തണം. അതിനുശേഷം നമുക്ക് മെയിൻ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം അതോടുകൂടി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പക്കയായിട്ട് തറവായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് നന്നായിട്ട് കാണാൻ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണ്, കുറച്ച് കുട്ടികളും ഒരു ടീച്ചറെ നമുക്ക് കാണാം. അവരെവിടെയാണ്, പാർക്കിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. എനിവേ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാൽ ഒരു പെൺകുട്ടി ഇരുന്ന് ആടുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ആൺകുട്ടി, ഊഞ്ഞാലൊരു പെൺകുട്ടി ഇരുന്ന് ആടുന്നുണ്ട്. അപ്പുറത്തൊരു ആൺകുട്ടി പറയുന്നുണ്ട്, അവള്, ഞാനത് വായിക്കുന്നില്ല കേട്ടോ, ഞാൻ പറയാം എന്താ പറയണെന്ന്. ടീച്ചർ, അവൾ 10 റൗണ്ട് ആടി, ഇനി എനിക്ക് വേണമെന്ന് പറഞ്ഞു, എൻ്റെ ടേൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയാണ്, ഇല്ല ഞാൻ 5 വട്ടം ആടിയിട്ടുള്ളൂ ടീച്ചറെ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചറും പറയുന്നുണ്ട്, ശരിയാ, അവൾ 5 വട്ടം തന്നെ ആടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് തുടക്കം തന്നെ തന്നിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ടീച്ചർ അവൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഹൗ ഷുഡ് ബി ദ സ്വിങ്സ് ബി കൗണ്ടഡ്? നമ്മൾ ഈ സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ആട്ടം ഇല്ലേ, ആ കുഞ്ഞ്, ആ പെൺകുട്ടി ഇരുന്ന് ആടല്ലേ ഊഞ്ഞാലില്, ആ സ്വിങ്സ് നമ്മൾ ഒരു വട്ടം ആടി എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ പറയാം? നമുക്കത് അറിയാം അല്ലേ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ആടി തുടങ്ങിയിട്ട് ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ ഒരു റൗണ്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ ആൺകുട്ടിക്ക് എന്താ ചെയ്ത, ആൺകുട്ടിക്ക് എങ്ങനെ തെറ്റിയിട്ടുണ്ടാവുക, എങ്ങനെ ഇത് ഡബിളായേ അവൻ്റെ കേസിൽ? അവൻ തുടങ്ങുന്ന ഭാഗത്തുനിന്ന് ആ അറ്റത്തെത്തിയപ്പോൾ 1 കൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് സംഭവം. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വായിക്കുകയാണ് കേട്ടോ. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? ഊഞ്ഞാലിന് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഉള്ളത്? എന്താണ്, സർക്കുലർ ആണോ അതോ ഓസിലേറ്ററി ആണോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് സർക്കുലർ എന്നും കൊടുത്തിട്ടുണ്ട്, ഓസിലേറ്ററി എന്നും കൊടുത്തിട്ടുണ്ട്. എന്താ, വട്ടത്തിലാണോ? അല്ല അല്ലേ, ഓസിലേഷൻ ആണ് അല്ലേ. അപ്പോൾ ഓസിലേറ്ററി മോഷൻ ആണ് ആർക്കുള്ളത്? ഊഞ്ഞാലുകൾക്ക് ഉള്ളത്. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് എ സ്വിങ്. ഇവിടെ ഒരു ഊഞ്ഞാലിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോഷൻ, മൂവ്മെൻറ്റിൻ്റെ ഒരു ഡയഗ്രാം പോലെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഊഞ്ഞാൽ നമ്മൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അതെന്താ ചെയ്യുക? ഓ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കും അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫ്രീ ആയിട്ട് വന്ന് നിൽക്കുന്ന ഫ്രീ സ്റ്റേറ്റ്, അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇടുമ്പോൾ എവിടെയാണ് ഊഞ്ഞാൽ ഉണ്ടാവുക? ഓയിലാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ. ഇനി എന്താണ്, ഓസിലേഷൻ is a periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഓസിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ ഊഞ്ഞാലിൻ്റെ ഒരു ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ എന്താണ് ഓസിലേഷൻ എന്നുള്ളതിനൊരു ഡെഫിനേഷൻ നമുക്കറിയോ? അപ്പോൾ ആ ഡെഫിനേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. Oscillation is the periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position. എന്താ അപ്പം ഞാൻ പറയാട്ടോ. അതായത് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു വേർഡ്, കീവേഡ് എന്നൊക്കെ പറയട്ടെ ഞാൻ. അതായത് ചില ഡെഫിനേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിലത്തെ കീവേഡ്സ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറയും. നമുക്ക് എക്സാമിന് എഴുതാൻ നേരത്ത് കറക്റ്റ് ഡെഫിനേഷൻ കിട്ടിയില്ലെങ്കിലും
കീവേഡ്സ് ഓർമ്മ വേണം. ഇപ്പം ഇതിനകത്ത് കീവേഡായിട്ട് എനിക്ക് പറയാനുള്ളത് ടു ആൻഡ് ഫ്രോ മോഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈസ് ദ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ, അതായത് മുന്നിലേക്കും പിന്നിലേക്കും, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു മീനിങ് ആണ്. അറ്റ് റെഗുലർ ഇന്റർവെൽസ്, അപ്പോൾ അതിനൊരു റെഗുലർ ഇന്റർവെൽസ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം about its equilibrium position. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇത് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇതാണ് എന്ത് ഓസിലേഷൻ. എന്താണ് ഓസിലേഷൻ? is a periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് in the figure, what is the maximum displacement to one side from the equilibrium position? അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഫിഗറിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം പൊസിഷൻ, ഇതാണല്ലോ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഓ അല്ല ഇക്വിലിബ്രിയം, ഫിഗർ നോക്കണം കേട്ടോ നിങ്ങൾ. ഈ ഓ ആണല്ലോ ഇക്വിലിബ്രിയം പൊസിഷൻ. അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പം ഈ സൈഡ് റൈറ്റിലേക്കാണെങ്കിൽ അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ എ ആണല്ലേ, സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുത്തിട്ടുള്ള എ ആണ്. ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിലോ, എയിലേക്ക് പോകണമെന്ന് വെച്ചാലും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എ ആണ്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. In the figure, what is the maximum displacement to one side from the equilibrium position? എത്രയാ? യെസ്, എ ആണല്ലേ. ഓക്കെ, ഇനി അവിടെ ഒരു ഡെഫിനിഷൻ നമുക്ക് വരുന്നുണ്ട്. എന്താണ്? The magnitude of maximum displacement to one side from its equilibrium position is amplitude. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആ പിക്ചറിൽ റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കോ ഉള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് എന്തെന്ന് പറയാം? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ അളവ്, അതാണ് ആംപ്ലിറ്റ്യൂഡ്. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, നേർരേഖാ ദൂരത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയണേ. ദ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അളവ് അല്ലേ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിന്റെ അപ്പോൾ നമ്മളുടെ SI യൂണിറ്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ. അത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നാണല്ലോ പറയണത് നമ്മൾ. അപ്പൊ എന്തായിരിക്കും SI യൂണിറ്റ്? മീറ്റർ ആയിരിക്കും അല്ലേ. SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇസ് മീറ്റർ. ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. ഓക്കെ, ദ സിമ്പിൾ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് സ്മോൾ ലെറ്റർ എ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് ഒരു ഓസിലേഷൻ എന്നും പഠിച്ചു. എന്താണ് ഓസിലേഷൻ? ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അബൌട്ട് എക്വിലിബ്രിയം മീൻ പൊസിഷൻ. അതിന് എന്തുണ്ട്? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ഉണ്ട്. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഇക്വിലിബ്രിയം പൊസിഷന് ചുറ്റുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ അബൌട്ട് ആയിട്ട് വരുന്ന ടു ആൻഡ് ഫ്രോ മോഷനെയാണ്, ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള പീരിയോഡിക് മോഷനെയാണ് നമ്മൾ എന്ത് പറയാം? ഓസിലേഷൻ എന്ന് പറയാം. അതുപോലെ ഇപ്പൊ പഠിച്ചത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ്. ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാ. ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട്, സ്മോൾ ലെറ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, മീറ്റർ ആണ്. ഓക്കെ, when does the swing complete one oscillation? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എപ്പോഴാണ് ഒരു സ്വിങ്, ഒരു ഊഞ്ഞാല് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? രണ്ട് ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. when the pendulum starts from O
reaches A and returns to O. ആണോ? നമുക്ക് ആ ഫിഗറിലേക്ക് വരാം. സെക്കൻഡ് ഓപ്ഷൻ കൂടെ വായിച്ചിട്ട് പോവാം. ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷനിൽ ഓയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് പോയിട്ട് ഓയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയണോ? അതോ വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O reaches A then to B and back to O. ഓയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് പോയി ദെൻ ബിയിലേക്ക് പോയിട്ട് ഓയിലേക്ക് തിരിച്ചു വരുമ്പോഴാണോ? സിമ്പിളാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താണ് എപ്പോഴും നമ്മൾ പറയാ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയെന്ന്? ഓന്ന് തുടങ്ങി എയിലേക്ക് പോയി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബിയിലേക്ക് പോയി, ദെൻ ഓയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അല്ലേ? അപ്പോഴാണ് നമുക്ക് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഓസിലേഷൻ കൗണ്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരിക? വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O reaches A then to B and back to O. ഓക്കെ, അടുത്തത് വായിക്കട്ടെ. A swing completes one oscillation when the pendulum starts from O, goes to both sides and returns to O. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന്, അതായത് ഓയിൽ നിന്ന് തുടങ്ങി രണ്ട് സൈഡിലും പോയിട്ട് ഓയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സ്വിംഗ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാലോ. An oscillation is completed when the body returns to its initial position in the same direction from where it started. അത് എവിടെ തുടങ്ങിയോ ആ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ എത്തുമ്പോഴാണ് എന്താണ്, ആ സെയിം ഡയറക്ഷനിൽ ഇനീഷ്യൽ പൊസിഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ സെയിം ഡയറക്ഷൻ ഉദ്ദേശിക്കണേ? അതായത് എങ്ങനെയാണോ തുടങ്ങുക, ഇങ്ങനെയാണ് തുടങ്ങിയത്, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് തുടങ്ങിയത് അല്ലെ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് അല്ലെ? അപ്പോ അതിന്റെ ഡയറക്ഷൻ എന്താ? റൈറ്റിലേക്കാണ്. പക്ഷെ അപ്പോ എത്തുന്നത്, അപ്പോ നമ്മൾ മെയിൻ പൊസിഷനിൽ എത്തും, പക്ഷെ എന്ത് കംപ്ലീറ്റ് ആവുന്നില്ല? ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. പിന്നെ ബിയിൽ പോയിട്ട് ആ ബിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ എവിടെ എത്തുന്നുണ്ട്? ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഇത് ഇത്രയ്ക്കും പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി സോറി, വാട്ട് ഇഫ് കൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം എ? അപ്പൊ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഈ ഓസിലേഷന്റെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്നാണെങ്കിലോ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. എയിൽ നിന്ന് തുടങ്ങി ഓയിലേക്ക് പോയി, ബിയിലേക്ക് പോയി, ഓയിലേക്ക് വന്ന് എയിലേക്ക് തിരിച്ചെത്തുമ്പോ, എയിലേക്ക് എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി what could be the reason that the number of oscillations counted by the child waiting for his turn to the swing and the child on the swing were different? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ പിക്ചറിൽ, തുടക്കത്തിലുള്ള പിക്ചറിൽ എന്തുകൊണ്ടായിരിക്കും രണ്ടുപേരുടെയും കൗണ്ടിങ് വ്യത്യാസം വന്നത്? അതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഇനി give more examples of oscillatory motion. അപ്പോൾ ഓസിലേഷൻ എവിടെയൊക്കെയാണ് നിങ്ങൾ വേറെ കണ്ടിട്ടുള്ളത്? ഓസിലേഷൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? മെയിൻ ആയിട്ട് ഇപ്പോൾ ഓസിലേഷൻ എന്ന് പറയുന്നത് പെൻഡുലത്തിന്റെ ആണ് അല്ലേ? ഓസിലേറ്ററി മോഷൻ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഊഞ്ഞാല് ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ പറയുന്നത് പെൻഡുലം അല്ലെ? മോഷൻ ഓഫ് ദ പെൻഡുലം. അതല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു കല്ല് നമ്മളൊരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ടിട്ട് അത് ജസ്റ്റ് ഒരു പൊസിഷനിൽ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ഒന്ന് തട്ടി കൊടുത്താലും അല്ലെങ്കിൽ ഒന്ന് വലിച്ചു പിടിച്ച് വിട്ടാലും ഈ ഓസിലേറ്ററി മോഷൻ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ മോഷൻ ഓഫ് എ സ്റ്റോൺ ടൈഡ് ബൈ എ സ്ട്രിങ്. ഓക്കെ, നമുക്ക് അങ്ങനെയും പറയാം. ഇനി have you ever noticed how many oscillations the pendulum in a clock completes for a time change of 1 minute? നിങ്ങൾ പെൻഡുലം ക്ലോക്സ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പെൻഡുലം ക്ലോക്കിൽ ടിക് 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 നിങ്ങൾ അങ്ങനെ ശബ്ദം കേൾക്കാം അല്ലേ? ടിക് ടിക് ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ടിക്ക് ഒരു സെക്കൻഡാണ്. ആ ഒരു ടിക്കിന് ശരിക്കും എന്താ, ആ ഓസിലേഷനിൽ ഒരു ഭാഗത്തെ എത്തിയിട്ടുണ്ടാവുള്ളൂ, മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ടിക്കിന് രണ്ടാമത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവുക. അതായത് ഒരു മിനിറ്റില്
ശരിക്കും ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ആണ് ഉള്ളത്. പക്ഷേ ഈ ക്ലോക്കിന് ഒരു ഓസിലേഷൻ ക്ലോക്കിന്റെ പെൻഡുലത്തിന് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 സെക്കൻഡോളം അത് ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിയും. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻ ആയിരിക്കും? ഓക്കെ, ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻ ആയിരിക്കും? 30 ഓസിലേഷൻ ആണ് ഒരു മിനിറ്റിൽ ക്ലോക്കിന് ഉണ്ടാവുക. ഞാൻ ഒന്നും കൂടെ പറയാം. ക്ലോക്കിന് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഒരു ഓസിലേഷൻ ക്ലോക്കിന്റെ പെൻഡുലം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്താണ് 2 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, ടിക് ടിക് എന്ന് പറഞ്ഞ് തിരിച്ച് മീൻ പൊസിഷനിൽ എത്തുമ്പോഴാണല്ലോ ഒരു ഓസിലേഷൻ ആവുന്നത്. അപ്പൊ 2 സെക്കൻഡ് ഓൾറെഡി ഒരു ഓസിലേഷനിൽ കഴിയും. അടുത്ത ഓസിലേഷനിൽ 4 സെക്കൻഡ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മിനിറ്റില് എന്താണ് 30 ഓസിലേഷൻസ് ആണ് ഈ ക്ലോക്ക് കംപ്ലീറ്റ് ചെയ്തത്, പെൻഡുലം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് എ പെൻഡുലം takes 1 minute to complete 30 oscillations, how long does it take to complete one? അപ്പൊ ഇതൊരു ചോദ്യമാണ് കേട്ടോ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നതാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 30 ഓസിലേഷന് എത്ര ടൈം എടുക്കുന്നുണ്ട്? 60 സെക്കൻഡ്, അതായത് ഒരു മിനിറ്റ് ആണ് ടൈം. ഓക്കെ, ഒരു മിനിറ്റ് നമ്മൾ 60 സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ 30 ഓസിലേഷൻസ് എടുക്കാൻ 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷന് എത്ര ടൈം എടുക്കും എങ്ങനെയാ കണ്ടുപിടിക്കുക? 30നെ എങ്ങനെയാ ഒന്നാക്കിയത്? ബൈ 30 ചെയ്തിട്ടല്ലേ? അതേപോലെ തന്നെ 60നെ ബൈ 30 ചെയ്യാം. ഇവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നോ, മാത്സിൽ ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നോ ആ സെയിം ഓപ്പറേഷൻ തന്നെ, ഓപ്പറേഷൻ തിയേറ്ററോ, ആ സെയിം സംഭവം തന്നെ നമ്മൾ എന്താണ് റൈറ്റ് സൈഡിലും ചെയ്യണം അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHSൽ എന്ത് ചെയ്യുന്നു അത് തന്നെ റൈറ്റിലും ചെയ്യണം, RHSലും ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 30നെ ഒന്നാക്കിയത് ബൈ 30 വെച്ചിട്ടാണ്. ഓക്കെ, ബൈ 30 ചെയ്യുമ്പോൾ ഇവിടെ ഒന്നാവും. അപ്പോൾ ഇവിടെയും ബൈ 30 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? 2 സെക്കൻഡ്. ഓക്കെ, അതായത് 30 ഓസിലേഷന് 60 സെക്കൻഡ്, ഒരു ഓസിലേഷൻ അപ്പൊ എത്രയാ? 60 ബൈ 30, 2 സെക്കൻഡ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ചിന്തിച്ചില്ലെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ. 10 മിഠായിക്ക് 100 രൂപയാണെങ്കിൽ ഒരു മിഠായിക്ക് 100 ബൈ 10. സിമ്പിൾ മാത്തമാറ്റിക്സ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? ഒരു ഓസിലേഷൻ എത്ര ടൈം എടുത്തു എന്ന് കണ്ടുപിടിച്ചു. ഇതിനൊരു പ്രത്യേക പേരുണ്ട്. അതായത് ഒരു ഓസിലേഷൻ എടുത്ത ടൈമിനെ നമ്മൾ പറയുന്നതാണ് ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ്. അപ്പൊ നമ്മൾ അതാണ് പറയാൻ പോണേ, അതാണ് നോക്കാൻ പോണേ. വാട്ട് ഈസ് ടൈം പീരീഡ്? ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഇസ് കോൾഡ് ടൈം പീരീഡ്. എന്താണ് ടൈം പീരീഡ്? ഒരു ഓസിലേഷൻ എത്ര ടൈം എടുത്തു, അതാണ് ടൈം പീരീഡ്. ഓക്കെ, the time taken for one oscillation is called time period. അതിന്റെ സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ T ആണ്. ഇത് സമയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ഓക്കെ ആണോ? the time taken for one oscillation is സിമ്പിൾ ആണല്ലോ. ഒരു ഓസിലേഷൻ എടുക്കാനായിട്ടുള്ള ടൈം, അതാണ് ടൈം പീരീഡ്. ഓക്കെ, അല്ലെങ്കിൽ പീരീഡ് അങ്ങനെയും പറയാം. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഓക്കെ, ഇവിടെ പീരീഡ് എന്നാണ് തന്നിട്ടുള്ളത്, അപ്പം അങ്ങനെ തന്നെ പഠിച്ചോളൂ. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ T ആണ്. ഓക്കെ, SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ശരി, എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം നമ്മൾ ഓസിലേഷൻ എന്താന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചേ? ഞാൻ മറന്നു. എന്താണ് പഠിച്ചേ? യെസ്, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു. ഇപ്പോൾ ടൈം പീരീഡ് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതിയില്ലേ ഇന്നത്തെ ക്ലാസ്സിലെ? ടൈം പീരീഡിന്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി ശരിക്കും പഠിക്കണം, അത് ഫ്രീക്വൻസിയാണ്. അപ്പൊ അതും കൂടെ പറയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദി സെയിം പെൻഡുലം കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താണ് ഒരു ഓസിലേഷൻ എടുത്ത ടൈം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചത്. ഇനി ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ.
ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 30 ഓസിലേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എന്താണ് 30/60. 30/60 എന്ന് പറയുമ്പോൾ ഇവിടെ കട്ട് ചെയ്യാം അല്ലേ. 30 60 രണ്ട് വട്ടമുണ്ട്. അപ്പോൾ by2 വരും ഇവിടെ. 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, അരയല്ലേ, 0.5. അപ്പൊ എന്താ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട്, അര ഓസിലേഷൻ, 0.5 ഓസിലേഷൻ. ഓക്കെ. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അപ്പൊ അതും പഠിച്ചല്ലോ. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട്, അതാണ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് അപ്പം എന്താണ്? യെസ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കഥ പറയാനുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിന് മാച്ചായിട്ട് വന്നിട്ടുള്ളതാണ്. ഹേർട്സ് എന്നാണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ പറയാം, ഹേർട്സ്. എച്ച്, ക്യാപിറ്റൽ എച്ച്, സ്മോൾ ലെറ്റർ സെഡ് വെച്ചിട്ടാണ് നമ്മളിത് SI യൂണിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്രീക്വൻസിയുടെ സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് നമ്മൾ എഴുതാം. ഓക്കെ. ഫ്രീക്വൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടും ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് നമ്മൾ HZ വെച്ചിട്ടുമാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് 4 കാര്യങ്ങൾ, 4 ഡെഫിനേഷൻസ് എന്ന് പഠിച്ചു. 4ഉം വളരെ സിമ്പിളാണ്. ആദ്യം എന്താണ് ഓസിലേഷൻ എന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു. ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് പഠിച്ചു. ഫ്രീക്വൻസി എന്താണെന്നും പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നല്ല തറവായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ.